അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രം പരിശുദ്ധ റമദാനിലെ പുണ്യമേറിയ രാപ്പകലുകൾ ഒട്ടേറെ നന്മകൾ ചെയ്തുകൊണ്ട് ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നാം. പകലിൽ വിചാരങ്ങൾ നിയന്ത്രിച്ച്, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച്, രാത്രിയിൽ ദീർഘനേരം തറാവീഹ് നമസ്കരിച്ച്, വിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ച്, ദിക്റുകളിലും ദ്വാകളിലും ഒഴുകി, ദാനധർമ്മങ്ങളിൽ കൂടുതൽ താൽപ്പര്യം കാണിച്ച് അള്ളാഹുവിലേക്കടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന സയ്യിദൽ അയ്യാമി യൗമുൽ ജുമുഅ വസയ്യിദുശ് ശുഹൂരി റമദാൻ. മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് റമദാൻ മാസമാണ്. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളുടെ നേതാവ് ജുമുഅ ദിവസമാണ്. ദിവസങ്ങളുടെ നേതാവ് ജുമുഅ ദിവസവും മാസങ്ങളുടെ നേതാവ് പരിശുദ്ധമായ റമദാനുമാണ് എന്ന് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിലെ അമൂല്യനിധിയാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള സമയം. അത് പരിശുദ്ധ റമദാനിലാവുമ്പോൾ കൂടുതൽ വിലപ്പെട്ടതാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, അദ്റക്തു അഖ്വാമൻ കാനു അലാ ഔഖാതിഹിം അശദ്ദ മിൻകും ഹിർസൻ അലാ ദറാഹിമിക്കും വദനാനീരിക്കും. ഞാനൊരു വിഭാഗം ആളുകളെ കണ്ടിട്ടുണ്ട്. മഹാനായ ഹസനുൽ ബസ്രി താബീ പ്രമുഖനാണ്. മഹാനവറുകളാണ് പറയുന്നത്, അഥവാ സ്വഹാബത്തിനെ കുറിച്ചാണ് മഹാനവറുകൾ പറയുന്നത്. ഞാനൊരു വിഭാഗം ആളുകളെ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ദീനാറിനോടും ദിർഹമിനോടുമുള്ളതിനേക്കാളും താൽപ്പര്യം അവർക്ക് അവരുടെ സമയത്തിൻ്റെ കാര്യത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോ സമയത്തെയും നന്മകൾക്കുള്ള അവസരങ്ങളെയും എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഓരോ ദിവസങ്ങൾ നമ്മൾ നിന്ന് കഴിഞ്ഞു പോവുകയാണ്. ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം അത് പാപമോചനം തന്നെയാണ്. അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത തെറ്റുകൾ, ആ തെറ്റുകൾ പൊറുപ്പിച്ചെടുക്കുക എന്ന ഏറ്റവും വലിയ പ്രവർത്തനം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു റമദാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവന് ശാപമുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ കേട്ടവരാണ്. മനുഷ്യ മനസ്സു തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്നതാണ്. അതാണ് സൂറത്ത് യൂസുഫിൽ അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്ന വാചകം അവിടെ നമ്മോട് പറയുന്നു, വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഞാൻ എൻ്റെ ശരീരം തെറ്റ് ചെയ്യാത്ത ശരീരമാണ് എന്ന് അവകാശപ്പെടുന്നില്ല. കാരണം ഏത് മനുഷ്യ ശരീരവും തെറ്റുകളെ ഇങ്ങനെ കൊതിച്ചുകൊണ്ടേയിരിക്കും, തെറ്റുകളെ ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് ഏത് കാര്യത്തിൽ നിന്നും ഏത് തെറ്റിൽ നിന്നും മനുഷ്യ സമൂഹം മാറി നിൽക്കുന്നത് തന്നെ എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് പരിശുദ്ധമായ സൂറത്ത് യൂസുഫിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്നതായിട്ട് അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചാൽ ഹൃദയം മലിനമാവും. അതാണ് മഹാന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു വഇൻ ആദ സീദ ഫീഹാ ഹത്താ തഅലുവ ഖൽബഹു വഹുവ الران الذي ذكر الله കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. മഹാനായ തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമ്മോട് പഠിപ്പിക്കണം, ഒരു പരലോകത്ത് എത്തുമ്പോൾ കറകളില്ലാത്ത മനസ്സ് നമുക്കുണ്ടെങ്കിൽ നാഥൻ്റെ അരികിൽ അത് മാത്രമാണ് നമുക്ക് ഉപകാരപ്പെടുക. ഈ ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു, ഒരു അടിമ തെറ്റ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പോയിൻ്റ് വന്നു ഭവിക്കുന്നതാണ്. എന്നാലോ ആ തെറ്റിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അവൻ്റെ ഹൃദയം സ്ഫുടമാവുകയും അങ്ങനെ എത്ര കണ്ട് അവൻ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറിലൂടെ അടുക്കുന്നുവോ അവൻ്റെ ഹൃദയം അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതാണ് അവിടെ നിന്ന് നമ്മോട് പഠിപ്പിച്ചിരുന്നത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സൂറത്തു ശുഅറായിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, പരലോകത്തെത്തുമ്പോൾ കറകളില്ലാത്ത മനസ്സ് മാത്രമാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപകാരപ്പെടുക. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അവിടെ നമുക്ക് സമ്പത്തോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ നമുക്ക് ഉപകാരപ്പെടൂല, മറിച്ച് ഉപകാരപ്പെടുന്നത് കറകളഞ്ഞ ഹൃദയമാണ്. മലിനമായ ഹൃദയങ്ങളെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയണം. വൃത്തിയും വെടിപ്പുമുള്ള ഹൃദയമാക്കി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയണം.
ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഹൃദയത്തെ സ്ഫുടം ചെയ്തവരാണ് എന്നൊരു ഹദീസിലൂടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വേള ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അഫ്ളലു, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ നബിയെ? കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖിൽ ലിസാൻ, അതെ, ഹൃദയം കടഞ്ഞെടുത്ത നല്ല തഖ്വയുള്ള വൃത്തിയാക്കിയെടുത്ത ആളുകളാണ് എന്നും അതേപോലെ തന്നെ നാവിനെ സ്ഫുടം ചെയ്തെടുത്ത ആളുകളാണ് എന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിട്ട് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതാണ് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വ യുഹിബ്ബുൽ മുതത്വഹിരീൻ. അള്ളാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മനസ്സ് ശുദ്ധീകരിക്കുന്നവരെയും അതേപോലെ തന്നെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നവരെയാണ്. മനസ്സിനെ ശുദ്ധീകരിക്കാൻ തൗബയില്ലാതെ വേറെ മാർഗ്ഗങ്ങളില്ല. മനുഷ്യ സഹജമായി പല തെറ്റുകളും സംഭവിച്ചെന്നവരാണ്. തെറ്റുകൾ സംഭവിക്കുന്നവർ നല്ലവർ തൗബ ചെയ്യുന്നവരാണ്. അതാണ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത്, കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാലോ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല വിഭാഗം അവർ തെറ്റ് ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവരാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അത്താഇബു മിനദ് ദംബി കമല്ലാ ദംബ. തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ തെറ്റ് ചെയ്യാത്തവന് ഏത് നേട്ടമാണോ ലഭ്യമാവുന്നത് അത്തരക്കാരിൽ അവൻ പെട്ടവനാണ്. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹന്നാസു തൂബു ഇലല്ലാഹ് ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്ന ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഞാനും എല്ലാ ദിവസവും അള്ളാഹുവിലേക്ക് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട് എന്ന് തീരെ തെറ്റ് ചെയ്യാത്ത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 പ്രാവശ്യം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു, അല്ലെങ്കിൽ അവിടത്തേക്ക് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു എന്ന് മുത്തുനബി നമുക്ക് ഇസ്തിഗ്ഫാർ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനും പാപം പൊറുക്കുന്നവനാണ്. അതാണ് ഗാഫിലു ദംബി വഖാബിലു തൗബി ഷദീദുൽ ഇഖാബി തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ എന്ന ആയത്തിൽ അള്ളാഹു തആല നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനി സയ്യാതി വയഅലമു മാ തഫ്അലൂൻ എന്ന ആയത്തിലും അള്ളാഹു തആല നമ്മോട് പഠിപ്പിച്ചു തരുന്നത് തന്നെയാണ്. നിരാശ വേണ്ട, ഏത് പാപവും അള്ളാഹു തആല പുറത്തു തരുന്നവരാണ്. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം എന്ന് സൂറത്ത് സുമറിൽ അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാലത്തിൻ തുമ്മ യതൂബൂന മിൻ ഖരീബിൻ ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമ എന്ന സൂറത്തുൻ നിസാഇ 17-ാമത്തെ ആയത്തിലും സമാനമായ ആശയം വരുന്ന ഒരായത്ത് അല്ലാഹു തആല നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നിഷ്കളങ്കമായ തൗബയിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്ത തെറ്റുകൾ, ആ തെറ്റുകളെ നമുക്ക് പൊറുപ്പിച്ചെടുക്കാൻ പറ്റും. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ കുറ്റങ്ങളിൽ നിന്നും തൗബ ചെയ്യൽ നിർബന്ധമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചെയ്ത തെറ്റിൽ നിന്ന് ആദ്യം നമ്മൾ പൂർണ്ണമായി മുക്തനാവണം. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പശ്ചാത്താപത്തിന് യാതൊരു പ്രസക്തിയുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നാമതായി ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ മുക്തനാവുക. തെറ്റിൽ നിന്ന് ഒഴിവാകുന്നത് അള്ളാഹുവിന് വേണ്ടിയാവണം, അഥവാ അവനെ പേടിച്ചാവണം നമ്മളെല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.